ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വാക്കൻസിയുമായിട്ടാണ്. ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ISROൻ്റെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻറ്ററിൽ വന്നിരിക്കുന്ന പലതരത്തിലുള്ള ഒഴിവുകളിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ്. അതായത് നമുക്കിതിൻ്റെ അകത്ത് ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെ ഫിറ്റർ, അങ്ങനത്തെ ഒത്തിരി വാക്കൻസീസ് ഉണ്ട്. ITI അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇവിടെ കാണുന്ന ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കരിയേഴ്സ് പേജിൻ്റെ അകത്ത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ISROയ്ക്ക് കീഴിൽ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് ഈ ഇത്തരത്തിൽ അപേക്ഷ പല തരത്തിലുള്ള പോസ്റ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 146 ഒഴിവുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒഴിവുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഒഴിവുകളുണ്ട്. അതിൻ്റെ എത്ര വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അത് കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓരോ പോസ്റ്റിനും വേണ്ട യോഗ്യതകൾ എന്താണ് അതടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല കേട്ടോ. ടെക്നീഷ്യൻ ഒഴിവുണ്ട്. അതിൽ തന്നെ ഫിറ്റർ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, അതുപോലെ തന്നെ ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, അങ്ങനത്തെ ഒത്തിരി വെൽഡർ, അങ്ങനത്തെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. 21,700 രൂപ മുതൽ 69,000 രൂപ വരെയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. 10ാം ക്ലാസ് വിജയം അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI പാസ്സായാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ അകത്ത് ഫാർമസിസ്റ്റ് ഒഴിവുണ്ട്, ഡ്രോട്ട്സ്മാൻ ഒഴിവുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവുണ്ട്. ഇതിനെല്ലാത്തിനും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളായിരിക്കും റിട്ടൺ ടെസ്റ്റിന് ചോദിക്കുന്നത്. റിട്ടൺ ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഏകദേശം 25ഓളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഇത് ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള സെൻറ്റേഴ്സാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും സെൻറ്ററിൽ വേണം നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് എഴുതാനായിട്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ കരിയേഴ്സ് പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കേണ്ട ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഉണ്ട്. 500 രൂപയാണ് സാധാരണ കാസ്റ്റിലുള്ളവർക്ക്, അത്രയും രൂപയാണ്. കാറ്റഗറി വൈസ് ആയിട്ട് ഈ ഒരു എമൗണ്ടിന് ഇളവും ലഭിക്കുന്നതായിരിക്കും. അത് പേയ്മെൻറ്റും കൂടെ സക്സസ്ഫുൾ ആയാലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവത്തുള്ളൂ. ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് ഒഴിവുകളിലേക്ക് ജൂൺ 16-ാം തീയതിക്ക് മുൻപായിട്ട് അപ്ലൈ ചെയ്യണം. ബാക്കി പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ജൂൺ 18-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കാറ്റഗറിയാണോ അതിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.